എഡിറ്റേഴ്സ് ചോയ്സ് ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. സ്കൂൾ അസംബ്ലിയിൽ സാധാരണ ഒരു ഭാഷയിലുള്ള പ്രാർത്ഥനയാണ് ചൊല്ലാറ്. എന്നാൽ 9 ഭാഷകളിലുള്ള പ്രാർത്ഥനകൾ ആലപിക്കുന്നു എന്ന പുതുമ കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് സംസ്ഥാനത്തിന്റെ വടക്കേ അറ്റത്തുള്ള ഒരു വിദ്യാലയം. സപ്തഭാഷാ സംഗമ ഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാസർകോട്ടാണ് ഈ കാഴ്ച. നെല്ലിക്കുന്ന് സർക്കാർ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് നവഭാഷാ പ്രാർത്ഥനാ ഗീതത്തിലൂടെ വ്യത്യസ്തരാകുന്നത്. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ ടോപ് 10 അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. നമസ്കാരം. മലയാളം, കന്നഡ, തുളു, തമിഴ്, കൊങ്കിണി, ഹിന്ദി എന്നിവയ്ക്ക് പുറമെ ഇംഗ്ലീഷിലും അറബിയിലുമുള്ള പ്രാർത്ഥനാ ഗാനങ്ങളും കുട്ടികൾ ആലപിക്കുന്നു. മലയാണ്മയുടെയും ഭാരതീയ സംസ്കാരത്തിന്റെയും വിശ്വമാനവികതയുടെയും സന്ദേശവും സൗന്ദര്യവുമാണ് ഗാനങ്ങളിൽ പ്രതിധ്വനിക്കുന്നത്. സ്കൂളിലെ സംഗീതാധ്യാപകനും അറിയപ്പെടുന്ന സംഗീതജ്ഞനുമായ വെള്ളിക്കോത്ത് വിഷ്ണു ഭട്ടാണ് ഗാനങ്ങൾക്ക് ഈണം പകർന്നത്. ഓരോ ദിവസവും ഓരോരോ ഭാഷയിലുള്ള പ്രാർത്ഥന കുട്ടികൾ പാടുകയും അത് ദേശസ്നേഹം വളർത്താൻ കൂടിയ ഒരു ഉപാധിയായിട്ട് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട 15 വിദ്യാർത്ഥികളടങ്ങുന്ന സംഘത്തിന് പരിശീലനം നൽകിയതും അധ്യാപകൻ തന്നെ. സത്യത്തിൽ ഇതിന് പ്രചോദനം എന്ന് പറയുന്നത് വിവിധ ഭാഷകൾ അറിയുന്ന ഞങ്ങളുടെ സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. എല്ലാ ദിവസവും സ്കൂൾ അസംബ്ലിയിൽ ഓരോ പാട്ടുകൾ കുട്ടികൾ ആലപിക്കുന്നു. അടുത്ത ഘട്ടമായി റഷ്യൻ, ജർമ്മൻ, ഫ്രഞ്ച്, ചൈനീസ് എന്നീ ലോകഭാഷകളിലെ പ്രാർത്ഥനാ ഗീതങ്ങൾ ശേഖരിച്ച് ആലപിക്കാനുള്ള ശ്രമത്തിലാണ് ഈ കുട്ടികൾ. വി പ്രഭാകരൻ, അമൃത ന്യൂസ്, കാസർഗോഡ്. എല്ലാം മതത്തിന്റെയും ജാതിയുടെയും അളവുകോൽ കൊണ്ട് അളന്നെടുക്കുന്ന ഇക്കാലത്ത് പ്രാർത്ഥനയെങ്കിലും എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നത് ആശ്വാസമാണ്. മനുഷ്യന് ദൈവത്തോട് സംസാരിക്കാൻ മതം വേണ്ട, പുരോഹിതൻ വേണ്ട, പ്രത്യേക ഭാഷയും വേണ്ട. ഈയൊരു ധാരണ ഉണ്ടെങ്കിൽ മതസൗഹാർദ്ദം എളുപ്പമാണ്. ഇതൊക്കെ കുട്ടികളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. أنت